ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. ഇങ്ങനൊരു ഇൻട്രോ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും എൻ്റെ ചാനലിൽ കാണുന്നുണ്ടാവുക. അതെ ഗൈസ്, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇന്നലെ വൈകുന്നേരത്ത് വിശക്കണമെന്നും പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് വേഗം ഒരു എഗ് ഓംലെറ്റ് കറി അങ്ങോട്ട് പഠിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ദേ വരണമെന്നും പറഞ്ഞ് ക്യാമറ എടുത്ത് കിച്ചണിലേക്ക് ഓടി. സോ ഇനി അങ്ങോട്ട് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഉള്ളി, പച്ചമുളക്, തക്കാളി ഇതൊക്കെയായിരിക്കും. സോ ഈ ഒരു എഗ് ഓംലെറ്റ് കറി ഈസി റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് ഇപ്പോൾ കാണാം. So guys, here comes our beautiful chef, my Mataji. So ingredients എന്തൊക്കെയാണ് വേണ്ടതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഉള്ളി, പച്ചമുളക്, ഗാർലിക്, കറിവേപ്പില, ടൊമാറ്റോസ്, പിന്നെ നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ട് വേണ്ട പൊടികളൊക്കെ ഉണ്ട്. ദെൻ നമുക്ക് തേങ്ങ വേണം. ഇവിടെ ചിരവാത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് തേങ്ങ കത്തി കൊണ്ട് എടുത്തിട്ടാണ് നമ്മൾ മിക്സിയിലിട്ട് ക്രഷ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മൾ പരിപാടി തുടങ്ങാൻ പോവാണ്. ആദ്യമേ തന്നെ ചട്ടി വെച്ച് ഗ്യാസ് കത്തിച്ചു. അതിനുശേഷം ഒന്ന് ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് നമ്മൾ. എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മൾ കടുക് ആഡ് ചെയ്ത് കൊടുത്തു. അത് പൊട്ടി കഴിയുമ്പോഴത്തേനും നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ടിനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും പച്ചമുളകും ഗാർലിക്കും കൂടി ഇട്ട് കൊടുക്കാം. സോ ഗൈസ്, നമ്മൾ ഉള്ളി ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. അതിനുശേഷം നമ്മൾ തക്കാളി ഇട്ടു. ഇനി ഇതൊന്ന് വെന്ത് വരാൻ വേണ്ടി നമ്മളൊരു 5 to 10 minutes നമ്മളിത് അടച്ച് വെച്ച് വേവിക്കാൻ പോവാണ്. ഇനി നമ്മൾ ഈ കറിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ ഇടണം മിക്സി ജാറിലേക്ക്. ദെൻ മസാലാസ് ആഡ് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്ത് വെച്ച ഓണിയൻ, വെല്ലുള്ളിയാണ്. ദെൻ ചെറിയ പീസ് ഓഫ് പട്ട, ഗ്രാമ്പൂ, ദെൻ പെരിഞ്ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ആൻഡ് മുളക് പൊടി. ഇതായിരിക്കണം നമ്മുടെ അരപ്പിൻ്റെ കൺസിസ്റ്റൻസി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ എഗ് ഓംലെറ്റ് കറിയാണെന്ന് പറഞ്ഞല്ലോ. സോ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അതിനായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് 3 eggs ആണ്. സോ എത്ര ആൾക്കാരുണ്ടോ അതിനനുസരിച്ച് നമുക്ക് എഗ്സ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. സോ ആദ്യമേ തന്നെ നമ്മൾ ഒരു ബൗളിലേക്ക് എഗ്ഗ് ഇട്ടിട്ട്, സോൾട്ട് ഇടേണ്ട ആവശ്യമില്ല, നമ്മൾ കറിയിൽ ഓൾറെഡി സോൾട്ട് ഉണ്ട്. അപ്പോഴത്തേക്കും ദേ നമ്മുടെ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സോ അത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. കരി പിടിക്കാതെ, അടി പിടിക്കാതെ നോക്കണം, ടെസ്റ്റ് ചെയ്യണം. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. കറി അവിടെ റെഡിയായി വരുമ്പോഴേക്കും നമ്മുടെ ഓംലെറ്റിൻ്റെ പരിപാടി നോക്കാം. സോ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് നമ്മൾ ജസ്റ്റ് ഒന്ന് പാനിലേക്ക് കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തിട്ട്, നമ്മൾ നോർമലി സാധാരണ ഒരു ഓംലെറ്റ് എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ബേസിക്കായിട്ട്, അങ്ങനെ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ ഓംലെറ്റ് ഒന്ന് റെഡിയായി വരുമ്പോഴത്തേനും നമ്മൾ അതിനെ ഒന്ന് പീസ് ആക്കുക. അതിൽ തന്നെ വെച്ചിട്ട് കുറച്ചൊന്ന് ഇങ്ങനെ
പീസ് ആക്കിയതിന് ശേഷം ഇതാണ് നമ്മൾ നമ്മുടെ കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സോ നമ്മുടെ ഈസി എഗ് ഓംലെറ്റ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടിൽ ദെൻ ബൈ.